പെർഫ്യൂം വിവാദത്തിൽ രേണുസുതി വിശദീകരണം നൽകി. ആ മണം എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല. എന്തായിരിക്കും രേണുസുതി ഉദ്ദേശിക്കുന്നത്? കേട്ടു നോക്കാം. വൈകാരിക ക്ലേശം കാരണം റിയാലിറ്റി ഷോയിൽ നിന്ന് അടുത്തിടെ ഇറങ്ങിപ്പോയ മുൻ ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥി രേണുസുതി അന്തരിച്ച ഭർത്താവ് നടൻ കൊല്ലം സുധിയുമായി ബന്ധപ്പെട്ട ഒരു പെർഫ്യൂം കുപ്പിയെക്കുറിച്ച് വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെട്ട പ്രസ്താവനയ്ക്ക് വിശദീകരണം നൽകിയതിലൂടെ വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി. ബിഗ് ബോസ് ഹൗസിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഉയർന്നു വന്ന വിവാദം ഇപ്പോൾ ഷോയിൽ നിന്നുള്ള ഒരു ക്ലിപ്പിനെ തുടർന്ന് വീണ്ടും ശ്രദ്ധാകേന്ദ്രത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് രേണു പെർഫ്യൂമിനെ കുറിച്ചുള്ള തൻ്റെ മുൻ അഭിപ്രായങ്ങൾ വിശദീകരിക്കുന്നു. സഹ ഹൗസ്മേറ്റ്മാരായ നൂറയും ഷാനവാസുമായുള്ള വൈകാരിക സംഭാഷണം നിരവധി ആരാധകരെ സാഹചര്യത്തെ പുതിയൊരു വെളിച്ചത്തിൽ കാണാൻ പ്രേരിപ്പിച്ചു. ഷോയിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ സ്റ്റാർ മാജിക് അവതാരക ലക്ഷ്മി നക്ഷത്രയിൽ നിന്ന് കസ്റ്റം മെയ്ഡ് പെർഫ്യൂം കുപ്പി സ്വീകരിച്ചുകൊണ്ട് രേണുസുതി വാർത്തകളിൽ ഇടം നേടിയിരുന്നു. 2023 ഒരു ദാരുണമായ അപകടത്തിൽ മരിച്ച ഭർത്താവ് കൊല്ലം സുധിയുടെ ഗന്ധം പകർത്തുന്നതിനായി ദുബായിൽ പ്രത്യേകം നിർമ്മിച്ച പെർഫ്യൂമായിരുന്നു അത്. ആഴത്തിലുള്ള വൈകാരികമായ ആംഗ്യം വളരെ പെട്ടെന്ന് വൈറലായി. കേരളത്തിലുടനീളമുള്ള ആരാധകരുടെ ഹൃദയങ്ങളെ അത് സ്പർശിച്ചു. എന്നിരുന്നാലും ആ പെർഫ്യൂം അസഹനീയമായിരുന്നു എന്ന് രേണു അഭിപ്രായപ്പെട്ട ഒരു ക്ലിപ്പ് പുറത്തു വന്നതോടെ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. തൻ്റെ ഭർത്താവിൻ്റെയും വികാരഭരിതമായ സമ്മാനം സൃഷ്ടിക്കാൻ വളരെയധികം ശ്രമിച്ച വ്യക്തിയുടെയും ഓർമ്മകളോട് അവർ നിസ്സംഗതയും അനാദരവും കാണിച്ചുവെന്ന് വിമർശകർ ആരോപിച്ചു. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നൂറയും ഷാനവാസുമായുള്ള ഒരു നിശബ്ദ സംഭാഷണത്തിനിടെ താൻ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കുന്നതിനായി രേണു നേരിട്ട് വിഷയം അവതരിപ്പിച്ചു. സുധിച്ചേട്ടൻ്റെ മണമാണ് ഈ പെർഫ്യൂമിൽ. അദ്ദേഹത്തിൻ്റെ വിയർപ്പിൻ്റെ മണം. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം അത് എനിക്ക് വളരെ പ്രത്യേകതയുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നാണ് അത്. അതെനിക്ക് സമ്മാനിച്ചതിന് ലക്ഷ്മിയോട് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ദുബായിൽ നിന്നാണ് അവർ അത് വാങ്ങിയത്. ഞാൻ പറഞ്ഞത് എനിക്കത് ഇഷ്ടപ്പെടും, പക്ഷേ മറ്റുള്ളവർക്ക് അത് ദുർഗന്ധമാണ്. പക്ഷേ ആ കമൻറ്റ് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു, അവർ വികാരഭരിതയായി പറഞ്ഞു. അന്തരിച്ച കൊല്ലം സുധിയുമായുള്ള ബന്ധവും വളർന്നു വന്ന പൊതുജീവിതവും കാരണം രേണുസുതി ബിഗ് ബോസ് മലയാളം 7 ഏറ്റവും കൂടുതൽ കാത്തിരുന്ന മത്സരാർത്ഥികളിൽ ഒരാളായി പ്രവേശിച്ചു. എന്നാലും വീട്ടിൽ അവർക്ക് അധികം ആയുസില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച വൈകാരികമായി തുടരാൻ ഒരു സ്ഥലത്തല്ലെന്ന് പറഞ്ഞ് അവർ സ്വമേധയാ ഷോയിൽ നിന്നും പുറത്തുപോയി. അപ്പോൾ രേണുസുതിയുടെ പെർഫ്യൂം വിഷയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ കാത്തിരിക്കാം രേണുസുതിയുടെ അടുത്ത നീക്കങ്ങൾക്കായി. വീടിന് പുറത്തുനിന്നുള്ള കളികൾക്കും ഗെയിമുകൾക്കും അതുപോലെ തന്നെ അവിടെ നല്ല ജീവിതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.